നമ്മുടെ ക്ലാസ് 7ൽ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കുന്നത്, ഹിസ്റ്ററിയിലെ NCERT. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഒരു ടേം എന്ന് പറയുന്നത് കാർട്ടോഗ്രാഫർ എന്ന് പറയുന്ന ടേമാണ്. കാർട്ടോഗ്രഫി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്, നമ്മുടെ മാപ്പിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്, ഭൂപടങ്ങളെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പോൾ കാർട്ടോഗ്രാഫർ ഭൂപടം ഉണ്ടാക്കുന്ന ആളാണ്. കാർട്ടോഗ്രാഫർ എ പേഴ്സൺ ഹൂ മേക്സ് മാപ്പ് ഉണ്ടാക്കുന്ന വ്യക്തിയാണ് കാർട്ടോഗ്രാഫർ. ആ ഒരു പേര് നമുക്ക് ഫെമിലിയർ ആവാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇനി ഇതിൽ നമ്മൾ ഹിന്ദുസ്ഥാൻ എന്ന ടേം നമ്മൾ പറയുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് പല മീനിങ് ആണ് ഓരോരുത്തരും അതിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് മിൻഹാജി സിറാജ് എന്ന് പറയുന്ന ഒരു ക്രോണിക്ലർ. അദ്ദേഹം പേർഷ്യനിൽ എഴുതുന്ന ഒരു ക്രോണിക്ലറാണ്. അദ്ദേഹം 13th സെഞ്ച്വറിയിൽ ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പേര് യൂസ് ചെയ്തത് പഞ്ചാബ്, ഹരിയാന അല്ലെങ്കിൽ ഗംഗ യമുന പ്രദേശങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദേശമാണ് മിൻഹാജി സിറാജ് ഹിന്ദുസ്ഥാൻ എന്ന ടേം കൊണ്ട് മീൻ ചെയ്തത്. അദ്ദേഹം ആ ടേമിൽ മീനിങ് ചെയ്തത് ഡൽഹി സുൽത്താൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങൾ, അത്രേ അതിന് മീനിങ് ഉള്ളൂ. പക്ഷെ ഇന്ന് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നതിന് വ്യത്യാസമുണ്ട്. അപ്പം അന്ന് എത്ര പ്രദേശം ഉണ്ടായിരുന്നു, കുറേ നാൾ കഴിഞ്ഞ്, ഇതിപ്പോൾ 13th സെഞ്ച്വറിയാണ്. ഇനി 16th സെഞ്ച്വറിയിലെ ബാബർ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ടു ഡിസ്ക്രൈബ് ദ ജോഗ്രഫി ആണ്, ദ ഫോണ ആൻഡ് കൾച്ചർ ഓഫ് ഇൻഹാബിറ്റൻസ് ഓഫ് ദി സബ് കോണ്ടിനെൻറ്റ്. ആ ഉപഭൂഖണ്ഡത്തിൽ ആ സബ് കോണ്ടിനെൻറ്റിൽ ഉള്ള ആൾക്കാരുടെ കൾച്ചർ എന്താണ്, അവിടെയുള്ള ജീവജാലങ്ങൾ, അവിടുത്തെ ജോഗ്രഫി, ഇതാണ് ബാബർ 16th സെഞ്ച്വറിയിൽ ഹിന്ദുസ്ഥാൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം ആ ഡിഫറൻസ് നോക്കണം. നമ്മൾ നേരത്തെ മിൻഹാജ് പറഞ്ഞ ഹിന്ദുസ്ഥാനിൽ ഒരിക്കലും സൗത്ത് ഇന്ത്യ ഉൾപ്പെട്ടിരുന്നില്ല എന്ന് കൂടി നമ്മൾ ഓർമ്മിച്ചിരിക്കുക. ഇനി 14th സെഞ്ച്വറിയിൽ തന്നെ അമീർ ഖുസ്രു ഹിന്ദ് എന്ന് പറയുന്ന ഒരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ മൊത്തത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള മീനിങ്സ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹിന്ദുസ്ഥാൻ എന്താണ്, ഇവർ രണ്ടുപേരും എന്താണ് മീൻ ചെയ്തിരുന്നതെന്ന് മാത്രം ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. ഇനി നമ്മളിപ്പോൾ ഫോറിനർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് നിന്ന് വരുന്ന ഒരാൾ, ഒരു ചൈനക്കാരനോ അല്ലെങ്കിൽ ഒരു അമേരിക്കക്കാരനോ ഒക്കെ ഒരു ഫോറിനറാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഫോറിനർ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോറിനർ അല്ല. മിഡീവൽ പീരീഡിലെ ഫോറിനർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ, നമ്മൾ താമസിക്കുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ നമുക്ക് പരിചയമില്ലാത്ത വേറൊരു ഗ്രാമത്തിൽ നിന്ന്, വേറൊരു സ്ഥലത്തു നിന്ന് ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഹി ഈസ് എ ഫോറിനർ എന്ന് നമ്മൾ പറയുന്നു. ഹിന്ദിയിലെ പരദേശി നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ, പേർഷ്യനിലെ അജ്നബി എന്ന് പറയുന്നത് അന്ന് ഫോറിനർ എന്ന് ഉദ്ദേശിക്കുന്ന അത്രയാണ്. അതേസമയം ഇന്ന് നമ്മൾ ഫോറിനർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരനല്ലാത്ത ഒരാളാണ്. അതായിരുന്നു നമ്മൾ വാക്കുകൾ മീൻ ചെയ്തിരുന്നതിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുള്ളത്. പിന്നെ നമ്മൾ ഹിസ്റ്ററിയെ പറ്റി അറിയാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും കോയിൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, ആർക്കിടെക്ചർ, ടെക്സ്റ്റുവൽ റെക്കോർഡുകളൊക്കെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ മെഡീവിയൽ പീരീഡിൽ നമ്മൾ കൂടുതൽ ടെക്സ്റ്റുവൽ റെക്കോർഡുകൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ ടെക്സ്റ്റുവൽ റെക്കോർഡുകളിൽ കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഇനി മാനുസ്ക്രിപ്റ്റ് അന്നത്തെ ആൾക്കാർ മാനുസ്ക്രിപ്റ്റിലൊക്കെ തന്നെ ഇപ്പോൾ ഒരു റൂളർ ഏതെങ്കിലും രാജ്യം പോയി ആക്രമിച്ച് കീഴടക്കിയതിനെ പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്യാസിമാരുടെ ടീച്ചിങ്സിനെ പറ്റിയൊക്കെ രേഖപ്പെടുത്തി വെച്ചേക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ജുഡീഷ്യൽ റെക്കോർഡുകളായിരിക്കും, ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചേക്കും. സോ ആ മാനുസ്ക്രിപ്റ്റുകൾ റൂളറോ അല്ലെങ്കിൽ ഒരു ടെമ്പിളിലോ മൊണാസ്ട്രികളിലോ ഒക്കെ എന്ത് ചെയ്യും, മൊണാസ്ട്രി എന്ന് പറയുമ്പോൾ ബുദ്ധന്മാരുടെയൊക്കെ മൊണാസ്ട്രികളിലോ ഒക്കെ സൂക്ഷിച്ചു വെച്ചേക്കും. അല്ലെങ്കിൽ വല്ല ലൈബ്രറികളിലോ ആർക്കൈവ്സുകളോ, ഇങ്ങനെ മാനുസ്ക്രിപ്റ്റൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് ആർക്കൈവുകൾ, അവിടെയെല്ലാം സൂക്ഷിച്ചു വെച്ചേക്കും. അത് നമുക്ക് പിന്നീട് കിട്ടുകയും അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ വഴിയാണ് നമ്മൾ ഈ ചരിത്രത്തിൽ ഇന്നത്തെ സമയത്ത് ഇന്ന നടന്നു, ഇന്ന രാജാവ് ഭരിച്ചു എന്നൊക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ ടെക്സ്റ്റ് അന്ന് അവരുപയോഗിച്ചിരുന്ന, ഇന്നിപ്പോൾ നമ്മൾ ഭാഷയ്ക്ക് നമ്മൾ മലയാളത്തിൻ്റെ ലിപിയും
എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മലയാളത്തിൻ്റെ ലിപിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനി ഭാവിയിൽ എഴുതാൻ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ വാക്കുകൾ പോലും ഭാവിയിൽ മാറി. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് കീബോർഡിലൊക്കെ മലയാളം ഇംഗ്ലീഷ് വെച്ചിട്ട് നമ്മൾ എഴുതും. ഭാവിയിൽ ചിലപ്പോൾ ഇനി അത് മാത്രം ആയിക്കൂടാ എന്നൊന്നുമില്ലല്ലോ. സോ അക്ഷരങ്ങൾ കാലഘട്ടം തോറും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അന്നത്തെ മാനുസ്ക്രിപ്റ്റിൽ എഴുതപ്പെട്ടിരുന്ന ഭാഷയിൽ എഴുതപ്പെട്ടിരുന്ന 2 ലെറ്റർ ടൈപ്പുകളാണ്, എഴുത്ത് രീതികളാണ് ഈ കാണപ്പെടുന്നത്. ആദ്യത്തെ പിക്ചർ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വായിക്കാനൊക്കെ, വായിക്കാൻ അറിയാവുന്നവർക്ക് വായിക്കാനൊക്കെ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെയാണ് എഴുതിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ നാസ്തലിക് സ്റ്റൈൽ എന്ന് പറയും. ഇറ്റ്സ് കഴ്സീവ്, ഈസി ടു റീഡ്, കാണുമ്പോൾ തന്നെ അറിയാം, എളുപ്പം, വായിക്കാനൊക്കെ എളുപ്പമാണ്. രണ്ടാമത്തത് ഇപ്പോൾ ഇത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാത്തൊരു എഴുത്ത് രീതിയാണ് ഈ കാണുന്നത്. ഈ എഴുത്ത് രീതിയെ ഷിഖേസ്റ്റ് എന്നും പറയും. ഷിഖേസ്. അപ്പോൾ ഈ പേര് മാത്രം ഓർമ്മിച്ചിരുന്നാൽ മതി. ചിലപ്പോൾ വേണമെങ്കിൽ നാസ്തലിക്, ഷിഖേസ് ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ഒരു എഴുത്ത് രീതിയാണ്, ഒരു സ്റ്റൈലാണ് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. നമുക്ക് ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും. നാസ്തലിക്കൊക്കെ ഇനി നമ്മൾ കേൾക്കും. അതുപോലെ ഷിഖേസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ പേര് വെച്ചിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് മാത്രം ഒന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ. ഇനി ഈ ഒരു 700 to 1750 കാലഘട്ടമാണ് നമ്മൾ മിഡീവിയൽ പീരീഡിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ആ പീരീഡിൽ ഒരുപാട് പുതിയ ടെക്നോളജികൾ വരെയാണ്. ആ പീരീഡിൽ വന്ന പുതിയ ടെക്നോളജിയാണ് പേർഷ്യൻ വീലുകൾ, ഇറിഗേഷൻ. അതായത് ഈ കാണുന്നതാണ് പേർഷ്യൻ വീലുകൾ. ഓക്കെ. ഈ പേർഷ്യൻ വീലുകൾ വെച്ച് ഇറിഗേഷൻ ചെയ്തിരുന്നു. പിന്നെ അന്ന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റുകളാണ് വീവിങ്ങിന്, തുണി നെയ്യുന്നതിന് സ്പിന്നിങ് വീലുകൾ ഉപയോഗിച്ചിരുന്നു. ഫയർ ആംസ്, യുദ്ധത്തിൽ ഫയർ ആംസ് ഉപയോഗിച്ചിരുന്നു. പിന്നെ പുതിയ ഫുഡുകൾ വരാൻ തുടങ്ങി. പൊട്ടറ്റോസ്, കോൺ, ചില്ലീസ്, ടീ, കോഫി. ഇതൊക്കെ എവിടെ നിന്നാണ്? ട്രേഡ് വരുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കച്ചവടക്കാർ ഇതൊക്കെ കൊണ്ടുവരും. അപ്പോൾ നമ്മളതൊക്കെ മേടിക്കും, കാണാത്ത സാധനമല്ലേ, പിന്നെ ഇവിടെ അത് ഉൽപ്പാദിപ്പിക്കാൻ നോക്കും. ഇങ്ങനെ സൊസൈറ്റി വളരെയധികം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ആൾക്കാർ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല, അവരിങ്ങനെ പുതിയ അവസരങ്ങൾ തേടി ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ പുതിയ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാകാൻ തുടങ്ങി. രജ്പുത്ത് എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. വാരിയർ ക്ലാസ്സാണ് അവരൊക്കെ. വാരിയർ ക്ലാസ്സാണ്, യുദ്ധത്തിലൊക്കെ നല്ല കഴിവ് തെളിയിക്കുന്നവരുള്ള, ഭയങ്കര ക്വാളിറ്റി ഉള്ളവരാണ്. പിന്നെ മറാത്താസ്, സിഖ്, ജാട്ട്, അഹോംസ്, കായസ്ഥാസ്. ഈ പേര് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ പറ്റിയ ഒരു ടേമാണ് കായസ്ഥാസ്. എന്താണ് കായസ്ഥ? എ കാസ്റ്റ് ഓഫ് സ്ക്രൈബ്സ് ആൻഡ് സെക്രട്ടറീസ്. സ്ക്രൈബ്സിൻ്റെയും സെക്രട്ടറിമാരുടെയും ഒരു കാസ്റ്റിയാണ് കായസ്ഥ എന്ന് പറയുന്നത്. സ്ക്രൈബ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് ഇപ്പം നമ്മൾ സ്ക്രൈബ് എന്ന് വെച്ചാൽ നമുക്കിപ്പം എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എഴുതുന്ന ആൾക്കാരല്ലേ. അന്ന് അങ്ങനെയുള്ളവരും ഉണ്ട്. പിന്നെ അതുകൂടാതെ വേറെ മാനുസ്ക്രിപ്റ്റുകളുടെ, പഴയ ഏതെങ്കിലും മാനുസ്ക്രിപ്റ്റുകൾ വെച്ചിട്ട് അതൊന്നുകൂടി എഴുതിയെടുക്കുന്നവരും ഉണ്ട്. പഴയ ഒരു മാനുസ്ക്രിപ്റ്റ് അപ്പോൾ അത് പഴയ പോകുന്നതായിരിക്കാം, അതൊന്നുകൂടെ വേറൊരു തർജ്ജമ ചെയ്തോ ട്രാൻസ്ലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ അതൊന്ന് മാറ്റി എഴുതുന്നവരും ഒക്കെ ആയിരിക്കും സ്ക്രൈബുകൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ കായസ്ഥ എന്ന് പറയുന്ന ടേം മാത്രം ആലോചിച്ച് വയ്ക്കുക. പിന്നെ ആൾക്കാർ കൂടുതലായിട്ട് കച്ചവടം ചെയ്യാൻ തുടങ്ങി. പുതിയ ടെക്നോളജി വന്നപ്പോൾ അഗ്രികൾച്ചർ നന്നായിട്ട് പ്രൊഡക്ടിവിറ്റി കൂടി. കുറേ ആൾക്കാരുടെ കയ്യിൽ ചിലപ്പം നല്ല സ്വത്തൊക്കെ കാണും, കുറച്ച് പേര് കയ്യിൽ ചിലപ്പോൾ കാണത്തില്ല. അങ്ങനെയായപ്പം സോഷ്യൽ ഇന്നീക്വാളിറ്റികൾ വർദ്ധിക്കാൻ തുടങ്ങി. സോഷ്യൽ ഇന്നീക്വാളിറ്റികൾ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ജാതികൾ, സബ് കാസ്റ്റുകൾ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച്, അവരുടെ ജോലി വെച്ചിട്ട് സബ് കാസ്റ്റുകൾ ഉണ്ടാകാൻ തുടങ്ങി. ഇത് തന്നെ അന്ന് പെർമനൻ്റ് അല്ല. സമ്പന്നരാരാണോ അതിനനുസരിച്ച് ജാതി എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. ഇനി ജാതിക്ക്, ഓരോ ജാതിയിലുള്ളവർക്ക് ഓരോ റൂളുകൾ, റെഗുലേഷനുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ആ റെഗുലേഷനൊക്കെ നിർമ്മിക്കുകയും അതൊക്കെ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ജാതി പഞ്ചായത്തുകളാണ്. അങ്ങനെ സമൂഹത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്ന ഒരു സമയം. ഇനി ഈ മുമ്പോട്ടുള്ള കാലഘട്ടത്തിൽ പുതിയ പുതിയ ഡൈനാസ്റ്റികൾ വരുന്നുണ്ട്. അതൊക്കെ ഇനി ഈ
ഇതിൻ്റെ ഈ ഒരു തുടക്കത്തിലേക്ക് ഏതൊക്കെ ഡൈനാസികൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഈ ചാപ്റ്ററിൽ ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ഡൈനാസികളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷനേ ഉള്ളൂ. ഇനി നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 7th സെഞ്ച്വറിയിലാണ് ഖുറാൻ അതിൻ്റെ ടീച്ചിങ്സൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഖുറാൻ എന്ന് പറയുന്നത് മുസ്ലിംസിൻ്റെ ഹോളി ബുക്കാണ്. അപ്പോൾ ആ ബുക്കൊക്കെ 7th സെഞ്ച്വറിയിലാണ് വരുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് പിന്നെ ഇസ്ലാംസിൽ അവരുടെ ഫോളോവേഴ്സ് അവരുടെ വിശ്വാസത്തെ തന്നെ വ്യത്യസ്ത രീതിയിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഷിയ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഹു ബിലീവ് ദാറ്റ് പ്രോഫറ്റ് മുഹമ്മദ് സണ്ണില്ല അലി വാസ് ദ ലെജിറ്റിമേറ്റ് ലീഡർ ഓഫ് ദി മുസ്ലിം കമ്മ്യൂണിറ്റി. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ലെജിറ്റിമേറ്റ് ലീഡറായിട്ട് പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ സണ്ണിലായിട്ടുള്ള അലിയെ തിരഞ്ഞെടുത്തവരാണ് ഷിയ മുസ്ലിം എന്ന് വിശ്വസിക്കുന്നത്. സുന്നി മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഹു അക്സെപ്റ്റഡ് ദ അതോറിറ്റി ഓഫ് ഏർലി ലീഡേഴ്സ് ഖലീഫാസ് ഓഫ് ദി കമ്മ്യൂണിറ്റി ആൻഡ് ദ സക്സീഡിങ് ഖലീഫാസ്. അവർ മറ്റ് ലീഡർമാരെ ഖലീഫകളെ വിശ്വസിച്ചിരുന്നവരാണ് സുന്നി മുസ്ലിംസ്. അവർ അലിയിൽ മാത്രം വിശ്വസിച്ചിരുന്നവരല്ല. ഇങ്ങനെയുള്ള 2 വിഭാഗങ്ങളും മുസ്ലിംസുകൾക്കിടയിലുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യം, ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഇന്ത്യ 3 പീരീഡുകളായിട്ട് തിരിച്ചു. ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് അങ്ങനെയാണ് തിരിച്ചിരുന്നത്. അവരങ്ങനെ തിരിച്ചിരുന്നതിൻ്റെ കാര്യം ഇന്ത്യയിൽ വേറെ വികസനമൊന്നും ഉണ്ടായില്ല ഈ കാലഘട്ടത്തിൽ. മതം മാറി, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്ത് ഭരിക്കുക എന്നാണല്ലോ അവരുടെ ഉദ്ദേശം. അപ്പം അങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക, അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. പിന്നീട് നമ്മുടെ ആൻഷ്യൻ്റ് മിഡീവൽ ഹിസ്റ്ററി പഠിക്കുമ്പോഴാണ് നമ്മൾ എന്തുമാത്രം നല്ല കൺസ്ട്രക്ഷൻസ്, എന്തുമാത്രം നല്ല ടെക്നോളജികൾ നമുക്കുണ്ടായിരുന്നു നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോഴാണ് നമ്മൾ ബ്രിട്ടീഷുകാരെ ചോദ്യം ചെയ്യാനൊക്കെ നമുക്ക് നമ്മുടെ ചരിത്രം മനസ്സിലാക്കിയപ്പോഴാണ് നമുക്ക് കഴിവുള്ളവരാണെന്ന് തിരിച്ചറിയപ്പെടുന്നത്. നമ്മളെന്തായാലും ഇപ്പോൾ തിരിച്ചിരിക്കുന്നത് ആൻഷ്യൻ്റ്, മിഡീവിയൽ, മോഡേൺ ഹിസ്റ്ററി, ഇങ്ങനെ 3 ആയിട്ടാണ് ഹിസ്റ്ററിയെ തിരിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, ഇത്രയും ഉള്ളൂ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കാൻ. വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയാൽ മതി, എല്ലാം കിടന്ന് വായിക്കേണ്ട കാര്യമില്ല.